എല്ലാവർക്കും നമസ്കാരം. വളരെ ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് സംവദിക്കാനുള്ളത്. എല്ലാ രക്ഷിതാക്കളും ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയം. ഇപ്പോൾ അടുത്ത് വരുന്ന കുറേ വാർത്തകൾ കൊണ്ട് നമുക്കറിയാം, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിപണനം ചെയ്യുവാൻ പ്രത്യേക ഗ്യാങ്ങുകൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തിടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. പലർക്കും ഇത് നേരത്തെ അറിയാം, പ്രതിരോധിക്കാനാവുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയുണ്ട്. ആരും ഇതിന് പുറകെ പോകാതെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഒഴിഞ്ഞുമാറി പോകുന്ന ഒരു അവസ്ഥയും അങ്ങനെ ഒരു മനോഭാവവും നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള കുട്ടികളെ ചെറുക്കാൻ സാധിക്കുന്നില്ല. അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, എത്ര സംഭവങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു കുട്ടി ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് അറിവ് നേടി അടുത്ത ഒരു മേഖലയിലേക്ക് കടക്കേണ്ട സമയത്താണ് ഈ വിപത്ത് വന്നിട്ട് അവനെ പിടിക്കുന്നത്, അല്ലെങ്കിൽ അവളെ. പെൺകുട്ടികളും മോശമൊന്നുമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിപത്തുകളെ എങ്ങനെ പ്രാഥമിക സമയത്ത് തന്നെ നമുക്ക് കണ്ടെത്തി അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ പറ്റും, ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പ്രത്യേകിച്ച് എല്ലാ സ്കൂൾ PTA-കളും വളരെ വിജിലൻ്റായി സ്കൂൾ പരിസരത്ത് അപരിചിതരായ ആളുകൾ, ചിലപ്പോൾ അത് പൂർവ്വ വിദ്യാർത്ഥികളാവാം, അങ്ങനെയും ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള വിദ്യാർത്ഥികളെ പുറത്തുനിന്ന് വന്ന് അവരെ സ്വാധീനിച്ച് സ്കൂളിൽ നിന്ന്, ഇത് കോളേജിൽ നിന്നുള്ളതല്ല ഞാൻ പറയുന്നത്, സ്കൂളിൽ പ്രാഥമിക തലത്തിൽ ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളെയാണ് ഈ തരത്തിൽ സ്വാധീനിച്ച് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസിൽ കുട്ടികൾ അച്ഛനെയും അമ്മയെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാനസികമായി അവർ മാറുന്നത്. ഇത് തടയുവാൻ ഏകമാർഗം രക്ഷകർത്താക്കളും സ്കൂൾ അധികൃതരും എല്ലാ ദിവസവും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള വിധ്വംസക ശക്തികൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പരിസരത്തുണ്ടെങ്കിൽ അത് കണ്ടെത്തി പോലീസുമായി സഹകരിച്ച് എത്രയും വേഗം ഇവരെ അവിടെ നിന്ന് മാറ്റുകയും നിയമ നടപടികൾ അവർക്കെതിരെ ആരംഭിക്കുകയും ചെയ്യുക. അത്തരത്തിലുള്ള ഒരു കോമ്പിങ്, പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോമ്പിങ് എന്ന് പറയും. അവർ കൃത്യമായി സ്ഥലവും ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളത്. അങ്ങനെ കർശനമായ ഒരു നിരീക്ഷണം ഈ സ്കൂൾ പരിസരത്ത് വേണം എന്ന ഒരു ആവശ്യമാണ് പൊതുസമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത്. പ്രധാനമായി ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് സ്കൂൾ പരിസരം ആണ് ഇതിന്റെ കേന്ദ്രം എന്നുള്ള, പല സ്കൂളുകളുടെയും പരിസരത്ത് ഇത്തരത്തിലുള്ള ആളുകൾ തമ്പടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിന്ന് പിടിക്കുന്ന കഞ്ചാവിൻ്റെയൊക്കെ അളവ് മുമ്പ് 1 കിലോ 2 കിലോ എന്ന്, ഇപ്പൊ അങ്ങനെയല്ല. 50 കിലോയും 25 കിലോ, അത് വലിയ അളവിൽ 10 കിലോ 15 കിലോ. എത്ര കുട്ടികളെയാണ് ഈ 15 കിലോ കഞ്ചാവ് കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നത്? കുട്ടികളെയല്ല, എത്ര കുടുംബങ്ങളെ. കാരണം ഒരു കുട്ടി, ആ കുട്ടിയിലൂടെയാണ് ആ കുടുംബം രക്ഷപ്പെടേണ്ടത്. ആ കുട്ടി പഠിച്ചു വലുതായി ഒരു നല്ല ഒരു ജോലിയും അല്ലെങ്കിൽ ആ കുടുംബം രക്ഷിക്കാനുള്ള ഒരു ലെവലിൽ വളർന്നു വരുമ്പോഴാണ് ചിലപ്പോൾ സാധാരണ കുടുംബമാണെങ്കിൽ പോലും ഈ ഒരു കുട്ടിയിലൂടെ രക്ഷപ്പെടും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നേരെ മറിച്ച് എല്ലാ സൗകര്യങ്ങളും ഉള്ള കുട്ടികൾ പോലും ഈ തരത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിപത്താണ്. ഇത് പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ച്, കാരണം നമുക്ക് ചുറ്റുമുണ്ടല്ലോ, നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയത്തിന്റെ യുവജന സംഘടനകളുണ്ട്, മറ്റ് തരത്തിലുള്ള സാംസ്കാരിക സംഘടനകളുണ്ട്. ഒരു സ്കൂൾ, നമ്മുടെ നാട്ടിലൊരു സ്കൂൾ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും തന്നെ എത്രത്തോളം സംഘടനകൾ ഉണ്ടാവും, അവരുടെ സാന്നിധ്യം ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ സ്കൂൾ തലത്തിൽ തന്നെ ഇവരെയൊക്കെ വിളിച്ചു ചേർത്ത്, ഒരു ദിവസം വിളിച്ചു ചേർത്തൊരു ഇതിനുള്ള സംവിധാനം ഉണ്ടാക്കി പീരിയോഡിക്കലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷണം ശക്തമാക്കുവാൻ വേണമെങ്കിൽ സാധിക്കാവുന്നതേ ഉള്ളൂ. അതിന് എല്ലാ സംവിധാനങ്ങളും, എല്ലാ നിയമ സംവിധാനങ്ങളും നമുക്ക് സഹായം ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും അധ്യാപകരും PTA, അതിന് അടുത്തുള്ള സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ, ഇവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ വലിയ വിപത്തിനെതിരെ പ്രാഥമിക തലത്തിൽ, ഞാൻ എപ്പോഴും അത് എടുത്തു പറയുകയാണ്, പലപ്പോഴും വാർത്തകൾ പലത് വരുന്നുണ്ടെങ്കിലും അത് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു NGO തലത്തിലൊക്കെ ഇതുപോലത്തെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നുണ്ട്, ഇതിനെതിരെ പോരാടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അതുകൊണ്ട് ഫലപ്രദമാകുന്നില്ലല്ലോ, അതുകൊണ്ടും ഇത് വ്യാപനം തടയാനാവുന്നില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ തൂഫാൻ എന്നുള്ളത് വളരെ
ഇതായിട്ട് ഗവൺമെന്റ് എത്ര പേരായി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എത്ര ആളുകളെയാണ് ഈ മയക്കുമരുന്നുമായി പിടിച്ചിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഗവൺമെന്റ് ഇറങ്ങിത്തിരിച്ച് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യേണ്ടത് പൊതുജനങ്ങളാണ്, രക്ഷിതാക്കളാണ്, അധ്യാപകരാണ്. എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മ ഓരോ സ്കൂൾ തലത്തിലും ആ സ്കൂൾ മാത്രം കേന്ദ്രീകരിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി തുടർച്ചയായ നിരീക്ഷണം, ഒരു ദിവസം നോക്കിയിട്ട് പോവുകയല്ല വേണ്ടത്. മാറി മാറി ഓരോരുത്തർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടാണെങ്കിൽ പോലും തുടർച്ചയായി അപരിചിതരായ ആളുകൾ ഈ സ്കൂൾ കുട്ടികളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കി അങ്ങനെയുള്ളവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ എക്സൈസിൽ ഏൽപ്പിക്കുകയോ ചെയ്ത് ഈ വലിയ വിപത്തിനെ തടയണം എന്ന ഒരു അപേക്ഷയുണ്ട്. അത് ഒരു സന്ദേശം എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തരികയാണ്. എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമല്ലോ എന്നുള്ള ആ ഒരു നല്ല ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പൊതുസമൂഹത്തിൽ എന്നെ കേൾക്കുന്നവരും കാണുന്നവരും ഈ തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷണം, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടത്തുവാനുള്ള ഒരു സംവിധാനം എല്ലാ സ്കൂളുകളിലും സൃഷ്ടിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.